വടകരയില് ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിയാകുന്നു. പെട്ടെന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ എൻട്രി. അപ്പം കാഫിർ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ പല രീതിയിൽ ഷാഫിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷം ശ്രമിച്ചു. പക്ഷെ ഒന്നും ഫലം കണ്ടില്ല. ഷാഫി വിജയിച്ചു. അന്ന് മുതൽ ഷാഫി അടിക്കാൻ ഒരു അവസരത്തിനായി കാത്തിരുന്നതാണ് ഈ ഇടതുപക്ഷം. ഇപ്പോ ഇതാ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിഷയത്തില് ഷാഫിയെ ആദ്യമേ പറയുന്നുണ്ടായിരുന്നു വടകരയിൽ വരാൻ സമ്മതിക്കില്ല, കാല് കുത്താൻ സമ്മതിക്കില്ല എന്നൊക്കെ. ഇന്നിപ്പോ റോഡ് ഉപരോധം പോലെ ഷാഫിയെ പറമ്പലിനെ യാത്ര ചെയ്യാൻ, ഒരു MBയെ യാത്ര ചെയ്യാൻ സമ്മതിക്കാത്ത നിലയിലേക്ക് ഇടതുപക്ഷം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഷാഫിയോടുള്ള മുൻവൈരാഗ്യം അവർ തീർക്കുന്നതല്ലേ? വളരെ വിചിത്രമായ ഒരു നടപടിയാണ് CPM-ന്റെയും ഒപ്പം തന്നെ അവരുടെ യുവജന സംഘടന DYFI, വിദ്യാർത്ഥി സംഘടന SFIയുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഷാഫി പറമ്പലിനെതിരെ അവരൊരു എന്താ പറയുക തെരുവിലേക്ക് സമരം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഷാഫിയുടെ കാര്യം പറയുകയാണെങ്കിൽ CPM-നെ സംബന്ധിച്ച് എന്നേ കണ്ണിലെ കരടായിട്ട് മാറിയ ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. 2011 പാലക്കാട് എന്ന് പറയുന്ന അവരുടെ സീറ്റിലേക്ക്, CPM-ന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു അത്, അവിടേക്ക് ഷാഫി പറമ്പിലിനെ കോൺഗ്രസ് UDF സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിക്കുന്നത്. അവിടെ അന്ന് അവരുടെ സിറ്റിംഗ് MLA ആയിരുന്ന KK ദിവാകരനെ ഏതാണ്ട് 8000-ഓളം വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഷാഫി തുടക്കം കുറിക്കുന്നത്. പിന്നീട് അവർക്ക് പാലക്കാട് മണ്ഡലം തിരിച്ചു പിടിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. 2011-ലും 2016-ലും 2021-ലും ഷാഫി ആ സീറ്റ് നിലനിർത്തി. പിന്നീട് ആണ് 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് അദ്ദേഹം പിന്നീട് പോകുന്നത്. അപ്പോൾ അന്ന് മുതൽ തന്നെ CPM-നെ സംബന്ധിച്ചൊരു കണ്ണിലെ കരടാണ് ഷാഫി പറമ്പിൽ. വളരെ പെട്ടെന്ന് ഉദിച്ചുയർന്നു വന്ന കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവായിട്ട് മാറിയ ഒരു ആളാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹത്തിന്റെ സമുദായ മുഖത്തിന് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ആ രീതിയിൽ കൂടി നോക്കുമ്പോൾ വളരെ വലിയ ഒരു പ്രതിച്ഛായയും ഒക്കെ തന്നെ അദ്ദേഹത്തിനുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു നേതാവാണ്. ഉമ്മൻചാണ്ടിയുടെ ഒരു ആശ്രിത വത്സലനായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ഒരു യുവ നേതാക്കളിൽ പ്രമുഖനായ വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ചൂട് പിടിച്ച് അദ്ദേഹത്തിന്റെ രീതിയിലുള്ള ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനകീയ നേതാവായിട്ട് മാറിയ, വളരെ പെട്ടെന്ന് മാറിയ ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. അത് നമുക്ക് അദ്ദേഹം എവിടെ ചെന്നാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പാലക്കാട് നിന്നും അദ്ദേഹം MLA ആയിരിക്കുന്ന സമയത്താണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലേക്ക് അദ്ദേഹത്തെ അയക്കുന്നത്. അപ്പോൾ ആ ജനത, പാലക്കാടെ തന്റെ ജനത അദ്ദേഹത്തിന് കൊടുത്ത ഒരു യാത്രയെ നമ്മൾ കണ്ടതാണ്. കണ്ണീരോട് കൂടിയാണ് എല്ലാവരും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഷാഫിയെ വടകരയിലേക്ക് പറഞ്ഞു വിട്ടത്. വടകരയിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ ജനത ഷാഫിയെ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്തത്. KK ശൈലജയെ പോലെ മുതിർന്ന ഒരു നേതാവ്, മുൻ പിണറായി മന്ത്രിസഭയിലെ ആദ്യ പിണറായി മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ വലിയ പ്രതിച്ഛായോടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു KK ശൈലജ. എന്നാൽ 1 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് അവിടെ ഈ ഷാഫി പറമ്പിൽ ശൈലജയെ തോൽപ്പിക്കുന്നത്. ഷാഫി അവിടെ ചെന്ന് ഇറങ്ങിയത് മുതൽ ഷാഫിക്കെതിരായിട്ടുള്ള പല രീതിയിലുള്ള ആക്രമണങ്ങൾ, സൈബർ ആക്രമണമായാലും അല്ലാതുള്ള രീതിയിലുള്ള ആക്രമണങ്ങളാണെങ്കിലും പാലക്കാട് BJPക്ക് കൊടുക്കാൻ വേണ്ടി ഒരു മന്ത്രധാര നടത്തുന്നുണ്ട്. വടകരയിൽ BJP എല്ലാം കൂടെ ചേർന്ന് ഷാഫിയെ ജയിപ്പിക്കും. തിരിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് BJPയെ ഇവിടെ ജയിപ്പിച്ചു കൊടുക്കും. അത്തരത്തിലുള്ള പല രീതിയിലുള്ള ന്യായീകരണങ്ങൾ, പല പ്രചരണങ്ങൾ CPM അവിടെ നടത്തി. എന്നാൽ അതൊന്നും വിലപ്പോയില്ല. വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഷാഫി ജയിച്ചു വന്ന അന്ന് മുതലൊക്കെ തന്നെ തങ്ങളുടെ കൺകണ്ട ദൈവമായിട്ടാണ് CPM-കാർ KK ശൈലജയെ കാണുന്നത്. അപ്പോൾ അത്തരം ഒരു നേതാവിനെ തോൽപ്പിച്ചതിലുള്ള ഒരു വൈരാഗ്യം മാത്രമല്ല, വടകര എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് കോട്ടയായിട്ടുള്ള ഒരു മണ്ഡലമാണ് വടകര. അത് അവർക്ക് ഈ TP ചന്ദ്രശേഖര പദ്ധതിന് ശേഷമാണ് അവർക്ക് അത് കൈമോശം വന്നു പോകുന്നത്. അതിനു മുൻപ് വരെ കേരളത്തിലെ അവർക്ക് ഏറ്റവും CPM-നെ സംബന്ധിച്ച് ഏറ്റവും സേഫായിട്ടുള്ള സീറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് വടകരയായിരുന്നു. എന്നാൽ അതിനുശേഷം അതിന് മാറ്റം വരുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് അത് കോൺഗ്രസ് മികച്ച ഭൂരിപക്ഷത്തോടു കൂടി നിലനിർത്തുന്ന ഒരു മണ്ഡലമാണ്. അങ്ങനെ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ ഷാഫിയോട് വലിയൊരു പാനപ്പക വെച്ച് പുലർത്തുന്ന പാർട്ടിയാണ് CPM. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു അവസരം വീണ്ടും കിട്ടിയപ്പോൾ അവർ പ്രകടനം നടത്തുന്നത്, പ്രതിഷേധം നടത്തുന്നത്. എന്തിന്റെ പേരിലാണ്? ഷാഫിക്കെതിരായ പ്രതിഷേധം എന്നാണ് മനസ്സിലാകാത്തത്. കാരണം ഷാഫിയും രാഹുൽ മാങ്കൂട്ടും ഒക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അതങ്ങനെ സാധ്യമാവും. കാരണം കോൺഗ്രസിന്റെ യുവ നേതാക്കളാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഷാഫി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഒഴിയുമ്പോൾ പകരമായിട്ട് വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അപ്പോൾ അവർ ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ്. ഷാഫി കൈപിടിച്ച് കൊണ്ടുവന്ന നേതാവായിരിക്കാം. അത്തരത്തിൽ അവർ ഒന്നിച്ചാണ് പ്രവർത്തിക്കുക. കാരണം ഒരേ പാർട്ടിയിലുള്ള ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കളാണ്, രണ്ടുപേരും ചുറുചുറുക്കുള്ള നേതാക്കളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കേസിൽ അകപ്പെട്ടപ്പോൾ അതിന്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ പിതൃത്വമെല്ലാം കൂടി ഷാഫിയുടെയും VD സതീശന്റെയും തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഇവർക്കെതിരായിട്ടുള്ള ആക്രമണത്തിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുകയാണ് CPM ചെയ്യുന്നത്. ഷാഫി പറമ്പിൽ പാർലമെന്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലായിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് അദ്ദേഹം എത്തിയത്. അന്ന് മുതൽ തന്നെ CPM
പോലും അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അദ്ദേഹത്തിനെതിരെ നടത്തുന്നുണ്ട്. അദ്ദേഹത്തെ കാല് കുത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അദ്ദേഹം അവിടെ പോയിരിക്കുകയും അവിടെ അങ്ങാടിയിൽ പോയിരുന്ന് ക്യാരം കളിക്കുന്നതിന്റെ ഒക്കെ ദൃശ്യങ്ങളൊക്കെ ഇതിനോടകം വൈറലാവുകയും ഒക്കെ ചെയ്തു. ഇന്ന് അവിടെ കോഴിക്കോട് ഒരു പരിപാടിക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ വടകരയിൽ ഒരു പരിപാടിക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ എന്താ പറയുക ഡിവൈഎഫ്ഐ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമായിട്ട് മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിന്റെ വാഹനം ആക്രമിക്കുന്ന തരത്തിലേക്ക് പോകുന്നു. അപ്പോൾ പോലീസുകാരൊക്കെ അവിടെ നോക്കി നിൽക്കുകയാണ്. പോലീസുകാർ വന്ന് ഈ ഷാഫി പറമ്പിലിനെ പൊതിഞ്ഞു പിടിക്കുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന അക്രമികളായിട്ടുള്ള ഡിവൈഎഫ്ഐക്കാരെ തുരത്തി ഓടിക്കാനോ അല്ലെങ്കിൽ ലാത്തിചാർജ് നടത്താനോ സന്നദ്ധമാകാതെ ഷാഫി പലതവണ കണ്ടതാണല്ലോ. അത് നമ്മൾ പലതവണ കണ്ടുള്ളതാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരെങ്ങാനുമാണ് ആർക്കെങ്കിലും എതിരെ ഒരു പ്രകടനം നടത്തുന്നതെങ്കിൽ ആ യൂത്ത് കോൺഗ്രസ്സുകാരെ തലതല്ലി പൊട്ടിക്കാനായിട്ട് പുറകെ ഓടുന്ന പോലീസുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ഡിവൈഎഫ്ഐ SFI ഒരു സമരമായിട്ട് വന്നാൽ അവരെ വളഞ്ഞു പിടിച്ച് അവരെ എന്താ പറയുക സംരക്ഷിക്കുക, അതൊക്കെ നമ്മൾ ഇവിടെ കണ്ടതാണ്, സർവകലാശാലയിൽ കണ്ടതുണ്ട്. രണ്ടാം നിലയിലേക്ക് കയറുന്ന സമരക്കാരെ കൈപിടിച്ച് രണ്ടാം നിലയിലേക്ക് കയറ്റി കൊടുക്കുകയാണ് പോലീസ്. അങ്ങനെയൊക്കെയാണ് പോലീസ് ചെയ്യുന്നത്. ഇവിടെ ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു അക്രമ സമരവുമായിട്ട് വരുമ്പോൾ, ഒരു MP-ക്കെതിരെ ആക്രമിക്കാനായിട്ട് വരുമ്പോൾ അവരെന്താണ് പോലീസ് ചെയ്യേണ്ടത്? പോലീസ് ഈ അക്രമികളെ തുരത്തി ഓടിക്കുകയല്ലേ ചെയ്യേണ്ടത്. അതിന് പകരം അക്രമികൾ അപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. MP-യുടെ വാഹനത്തെ വളഞ്ഞുകൊണ്ട് അക്രമികൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ MP-ക്ക് കവചം തീർത്തുകൊണ്ട് പോലീസുകാർ MP-യെ വാഹനത്തിൽ കയറ്റി പെട്ടെന്ന് വിടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ ഷാഫി പറമ്പിലെ വണ്ടിയിൽ നിന്നും ഇറങ്ങി നിന്നുകൊണ്ട് ഇവർക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധം നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ വളരെ എന്താ പറയുക ഷാഫിക്കെതിരായിട്ടുള്ള വളരെ മോശമായ പദപ്രയോഗങ്ങൾ, അശ്ലീല സംഭാഷണങ്ങൾ നടത്തിയെന്നാണ് നമുക്ക് അതിന്റെ ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നപ്പോൾ ഷാഫി നേരിട്ട് തന്നെ നേർക്കുനേർ നിന്ന് ചോദിക്കുന്നുണ്ട്, വെല്ലുവിളിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഭീഷണി കണ്ടൊന്നും താൻ പിന്നോട്ട് പോകുന്നില്ല എന്നും പറയുന്നുണ്ട്. അപ്പോഴും പോലീസ് അദ്ദേഹത്തെ ഇറങ്ങി നടക്കാനും തന്നെ സമ്മതിക്കുന്നില്ല. അദ്ദേഹത്തെ വണ്ടിയിലേക്ക് തള്ളിക്കയറ്റി വിടാനുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തിയത്. എന്തായാലും ഡിവൈഎഫ്ഐ സംബന്ധിച്ചവർ ഈ ജനാധിപത്യമൊക്കെ പറയുന്ന ഒരു സംഘടനയും പാർട്ടിയും ഒക്കെ തന്നെ വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു സമരമാണ് ഒരു MP-ക്കെതിരെ നടത്തുന്നത്. അത് എന്തിന്റെ പേരിലാണ് എന്നുള്ളതാണ് അവര് പൊതുസമൂഹത്തോട് പറയേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വന്ന അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടിയെടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിലെ തന്നെ മറ്റൊരു സമുന്നതനായ നേതാവിനെതിരെ ഇതിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരു ആക്രമണം നടത്തുക, അദ്ദേഹത്തെ വഴി നടത്തില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുക, ഒപ്പം തന്നെ സമാനമായ രീതിയിൽ തന്നെ VD സതീശനെതിരായിട്ടുള്ള ആക്രമണം നടത്തുക, ഇവര് മൂന്നും ചേർന്ന ഒരു ത്രയം എന്ന് പറയുന്നത് കോൺഗ്രസിന് വലിയ ഒരു വൈബ് നൽകിയ ഒരു കാലമാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തൃക്കാക്കർ തൊട്ട് നോക്കിയാൽ ഇവരുടെ ഒരു ടീമാണ് എല്ലാത്തിനും നേതൃത്വം നൽകുന്നത്. ഷാഫി ഒപ്പം തന്നെ VD സതീശന്, രാഹുൽ മാങ്കൂട്ടത്തില് അന്ന് തൃക്കാക്കരയിലെയാണ് തോന്നുന്നു ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഈ VD സതീശന് ഒരു വാർത്താ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടിച്ച് തലയിൽ ചുംബിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ എത്രത്തോളമാണ് അവരുടെ പ്രവർത്തനത്തിന് പ്രതിപക്ഷ നേതാവ് വിലമതിക്കുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. അങ്ങനെ പിന്നീട് നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ആണെങ്കിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ആണെങ്കിലും പിന്നീട് എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോംബോയുടെ ഒരു വൈബ് നമ്മൾ കണ്ടു. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള ഒരു വലിയ ഒരു അമർഷം CPM-നകത്തുണ്ട്, പ്രത്യേകിച്ചും ഡിവൈഎഫ്ഐയിലും ഒക്കെ തന്നെ. അവർ CPM-നെ സംബന്ധിച്ച് യുവനേതാക്കൾ ഇത്രത്തോളമുള്ള ഒരു യുവനിര അവർക്കില്ലാത്തതിന്റെ ഒരു എന്താ പറയുക അപകർഷതാബോധമോ എന്തൊക്കെയോ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ അവർക്കുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ ഇഷ്ടംപോലെ യുവനേതാക്കൾ, നമുക്ക് എണ്ണിയാൽ തീരാത്ത രീതിയിലുള്ള യുവനേതാക്കൾ ധാരാളം ശക്തമായ രണ്ടാം നിരയെ വളർത്തിയെടുക്കാൻ കോൺഗ്രസ് കഴിഞ്ഞിട്ടുണ്ട്. മറുവശത്ത് ഒന്നുമില്ല. അവർക്ക് ഏതെങ്കിലും ജയിക്കണമെങ്കിൽ എന്താണ് കണ്ണൂരിലെ പാർട്ടി കോട്ടകളിൽ നിർത്തി മാത്രമേ ജയിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ അവരെ തീർക്കുന്നുണ്ട് ഒരു വലിയൊരു യുവനിര വളർന്നു വരുന്നതിൽ. പ്രത്യേകിച്ചും ഈ ഷാഫിയും രാഹുൽ മാങ്കട്ടവും ഒക്കെ VD സതീശനെയും ഒക്കെ അവർ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് നിൽക്കുന്നത്. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വീണ് കിട്ടിയ ഒരു അവസരത്തിൽ ഒരു കാരണവുമില്ലാതെ ഷാഫി പറമ്പിൽ പോലെയുള്ള ഒരു ജനകീയ നേതാവ്, ഭാവിയിലെ കോൺഗ്രസിനെ നയിക്കേണ്ട ഒരു നേതാവായിട്ട് ഇപ്പോഴേ തന്നെ കോൺഗ്രസ് തന്നെ കാണുന്ന ഒരു നേതാവാണ്. എവിടെ നിന്നാലും എവിടെ നിർത്തിയാലും ജയിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ ഈ സമരം, ഈ അതിക്രമം, അത് ഒരു കടന്ന കൈയാണ്. അത് ഇവര് എത്രയും പെട്ടെന്ന് നിർത്തേണ്ടതാണ്. അതിന് കഴിഞ്ഞ ദിവസം കോഴിക്കോട് DCC അധ്യക്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിനെ ശക്തമായ രീതിയിൽ കോൺഗ്രസിന് തിരിച്ചടിക്കാൻ അറിയാം, ആ രീതിയിലേക്ക് പോകുന്നില്ല എന്ന്. എന്തായാലും ഒരു കാരണവുമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഷാഫി പറമ്പിലിനെതിരെ ഇപ്പോൾ ഇവർ, കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുത്തു കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പ്രക്ഷോഭത്തിനുള്ളൊരു സാധ്യത അവർക്ക് കാണുന്നില്ല. അതിന്റെ വഴി അടഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ അവിടെ തോറ്റതിന്റെ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറയുന്നത് പോലെയാണ് അവിടെ തോറ്റതിന് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുത്തതോടുകൂടി ഷാഫി പറമ്പിലിനെതിരെ ഈ ഡിവൈഎഫ്ഐയും CPM ഒക്കെ തന്നെ പോരാട്ടം തിരിച്ചിരിക്കുന്നത്.